اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ 11ാമത്തെ ഹിക്മത്തായിട്ട് പറയുന്നത്, ഇദ്ഫിൻ വുജൂദക ഫി അർളിൽ ഖുമൂലി ഫമാ നബത മിമ്മാ ലം യുദ്ഫൻ ലാ യതിമ്മു നതാജുഹു. ഇദ്ഫിൻ വുജൂദക, നിന്റെ അസ്തിത്വം നീ കുഴിച്ചു മൂടുക. ഫി അർളിൽ ഖുമൂലി, അപ്രശസ്തിയുടെ ഭൂമിയിൽ, പ്രശസ്തിയില്ലായ്മയുടെ ഭൂമിയിൽ നിന്റെ അസ്തിത്വം നീ എന്ത് ചെയ്യണം? കുഴിച്ചു മൂടണം. എന്താണ് ഈ പറയണ അറിയോ? പ്രശസ്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അപകടത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക. ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകൾക്കും മനസ്സിലാവും, എല്ലാ ആളുകളും പ്രശസ്തി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഏതെങ്കിലും രൂപത്തിൽ ജനങ്ങൾ എന്നെ അറിയപ്പെടണം, ഞാനൊരു അറിയപ്പെടുന്ന ആളായിരിക്കണം. പ്രശസ്തിയെ ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലും. പക്ഷെ ആ പ്രശസ്തിയെ നീ എന്ത് ചെയ്യണം? അതിനെ നീ കുഴിച്ചു മൂടണം. അത് നിന്റെ വലിയ അപകടത്തിലേക്ക് നിന്നെ എത്തിക്കും. ഇദ്ഫിൻ വുജൂദക, നിന്റെ അസ്തിത്വം നീ കുഴിച്ചു മൂടുക. ഫി അർളിൽ ഖുമൂലി, പ്രശസ്തിയില്ലായ്മയുടെ ഭൂമിയിൽ നീ എന്ത് ചെയ്യണം? അതിനെ കുഴിച്ചു മൂടണം. അതിനൊരു കാരണം പറയുന്നത് എന്താണ് ഈ പ്രശസ്തിക്കുള്ള പ്രശ്നം എന്നുള്ളത്. ഫമാ നബത മിമ്മാലം യുദ്ഫൻ, ഭൂമിയിൽ കുഴിച്ചിടപ്പെടാത്ത, ഭൂമിയിൽ കുഴിച്ചു മൂടാത്ത ഏതൊരു വിത്തിൽ നിന്നുണ്ടായ ചെടിയും അത് ലാ യതിമ്മു നതാജുഹു, അതിന്റെ വളർച്ച ഒരിക്കലും എന്ത് ചെയ്യൂല? പൂർണ്ണാവൂല. ഏതൊരു വിത്തും ഭൂമിന്റെ അടിയിൽ കുഴിച്ചിട്ട് അല്ലേ, ആ വിത്തിൽ നിന്ന് ഇങ്ങനെ മുളച്ചുണ്ടായി, പിന്നെ അത് ചെടിയായി, പിന്നെ മരമായാലേ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ ഉദ്ദേശിച്ച ഫലം അതിന് കിട്ടുള്ളൂ. എന്നാൽ കുഴിച്ചു മൂടപ്പെടാത്ത വിത്ത്, അതിൽ നിന്നൊരു ചെടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും അതിന്റെ വളർച്ചക്ക് എന്തുണ്ടാവൂല? ഒരു ഉന്നതി ഉണ്ടാവൂല. എന്തെങ്കിലും കോട്ടം തട്ടും. ഇപ്പൊ അതിന്റെ ഷറഹിൽ പറയണത്, ചില ഇലകളൊക്കെ ഒരു മഞ്ഞ കളറും അതുപോലെ മറ്റു കളറുകളായി പുഴു തിന്നു പോകുന്ന കണ്ടിട്ടില്ലേ? അത് പൂർണ്ണമായും അതിന്റെ വിത്ത് മണ്ണിലേക്ക് ആഴ്ന്നു പോകാത്തതിന്റെ പ്രശ്നമാണെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോ ഇതൊരു ഉദാഹരണമാക്കി പറഞ്ഞിക്കാണ്. കുഴിച്ചു മൂടപ്പെടാത്ത ഒരു വിത്തിൽ നിന്ന് ഉണ്ടായ ഒരു ചെടി ഒരിക്കലും അതിന്റെ വളർച്ച പൂർണ്ണാവൂല എന്നതുപോലെ തുടക്കത്തിൽ തന്നെ പ്രശസ്തി എന്ന് പറയുന്ന സാധനത്തിനെ ഇല്ലായ്മ ചെയ്യണം. നമ്മളൊക്കെ എപ്പോഴും അത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും അതിനെ ഇല്ലായ്മയാണ് നമ്മൾ ഇന്ന് വേണ്ടത്. പ്രശസ്തി ഒരു മനുഷ്യനെ എപ്പോഴും എന്ത് ചെയ്യും? അപകടത്തിൽ. അതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ടാവും. പ്രശസ്തി ഉണ്ടാകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. ആ കാരണങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് വേണ്ടത്. ഇപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ സ്വഹാബികളോടും പറഞ്ഞിരുന്നു, ഉവൈസുൽ ഖർണി എന്ന് പറയുന്ന ഒരു മഹാനെ കണ്ടാൽ എൻ്റെ ഒരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കൊടുക്കണേ, എൻ്റെ അസ്സലാമു അലൈക്കും എന്ന് പറയണേ എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിരുന്നു. സ്വഹാബി അല്ല, താബിയാണ്. ആ താബി ആയൊരു വ്യക്തിയോട് റസൂലുള്ളാഹിന്റെ സലാം പറഞ്ഞു. അപ്പൊ അത്രയും അള്ളാന്റെ റസൂല് ബഹുമാനിച്ച ആളാണ് ഉവൈസുൽ ഖർണി. അദ്ദേഹം ഖറൻ എന്ന് പറയുന്ന നാട്ടിൽ ജീവിച്ചത് ഒരു ചെറിയ പർണശാല കെട്ടിയിട്ട്, എന്ന് പറഞ്ഞാല് 4 ഭാഗവും ചെറിയ തടി കൊണ്ട് ഉയർത്തിയിട്ട് അതിന്റെ മുകളിൽ ചെറിയ ഈത്തപ്പന ഓല കൊണ്ട് മേച്ച് അതിലാണ് മൂപ്പര് ജീവിച്ചിരുന്നത്. മൂപ്പര് വലിയ മഹാനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ പല ആൾക്കാരും വന്ന്, ഞങ്ങളൊരു വലിയ വീടുണ്ടാക്കി തരാം, വലിയ കൊട്ടാരം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. പറഞ്ഞു എനിക്ക് അതിന്റെ ആവശ്യമല്ല. അതായത് പ്രശസ്തിയുടെ കാരണങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യണം. അദ്ദേഹത്തിന്റെ ഭക്ഷണം കഴിക്കുന്ന വിഷയം റൂഹുൽ ബയാൻ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു. യമനിലെ ഖറൻ എന്ന് പറയുന്ന നാട്ടിലെ വേസ്റ്റ് കൊട്ട ഉണ്ടല്ലോ, അങ്ങാടിയിലെ വേസ്റ്റ് കൊട്ട, ആ വേസ്റ്റ് കൊട്ടയിലെ ബാക്കിയുള്ള ഭക്ഷണം കഴിക്കാൻ ആര്? ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നായ ഭക്ഷണം കഴിക്കണം. തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞാൽ
ഒരിക്കലും ജനങ്ങൾ എന്ത് ചെയ്യരുത്, എന്നെ പ്രശംസിച്ചിട്ട് എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകരുത് എന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് സ്വാലിഹ്യങ്ങളാകുന്ന ആളുകളൊക്കെ. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നിലാമിയ കോളേജ് എന്ന് പറയുന്ന ലോക പ്രശസ്തമായ കോളേജ് ഉണ്ടായി പഠിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ പ്രശസ്തിയും കാരണമാക്കി അദ്ദേഹത്തിന് ആ കോളേജിന്റെ പ്രിൻസിപ്പളാക്കി. അങ്ങനെ ഒരുപാട് കാലം ആ കോളേജിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് മൂപ്പർക്ക് ബോധോദയം വന്നത്. ഞാൻ ഇപ്പൊ ജനങ്ങളൊക്കെ നന്നാക്കുന്നുണ്ട്, ജനങ്ങളൊക്കെ നേരാക്കുന്നുണ്ട്, ഞാനൊന്നും നേരായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ വന്നിരുന്ന ആളുകൾ തന്നെ ലോക പ്രശസ്തരാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കാൻ വന്നിരുന്ന അദ്ദേഹത്തിന്റെ പഠിതാക്കളുണ്ടല്ലോ, ഓരെന്നെ വലിയ പ്രശസ്തരാണ്. അങ്ങനത്തെ ആളുകളെ അവരൊന്നും കാണാതെ, ശിഷ്യന്മാരൊന്നും കാണാതെ മൂപ്പരവിടുന്ന് മുങ്ങി. 11 കൊല്ലക്കാലം ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്തും കഴിഞ്ഞുകൂടി. മനസ്സിലാവുണ്ടോ? ആളുകൾ വരുമ്പോ മൂപ്പരി പള്ളിയുടെ മിനാരുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ പൊത്തില് പോയി ഒളിച്ചിരിക്കുന്ന, ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 11 കൊല്ലം ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്തും ആരും അറിയാതെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നടന്നു. അങ്ങനെ ഒരിക്കലും മൂപ്പര് പള്ളിയിലേക്ക് കയറിയിട്ട് എന്താണ് ഇവിടെ നടക്കണെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു വലിയ ക്ലാസ് എടുക്കുകയാണ്, ഒരു വലിയ ക്ലാസ്സാണ്. അപ്പൊ ക്ലാസിന്റെ ഇടയിൽ മൂപ്പര് ബാക്കിൽ പോയിരുന്നു. ലോകം അറിയപ്പെടുന്ന, ലോകം വലിയ മഹാൻ എന്ന് വിശേഷിപ്പിച്ച ആളാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ പോലെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിച്ച സംഭവങ്ങളൊക്കെ റൂഹുൽ ബയാൻ എന്ന കിതാബിൽ പറയുന്നത്. ഇമാം ഗസ്സാലിയെ പോലത്തെ ഒരു പണ്ഡിതൻ എന്റെ ഉമ്മത്തിലില്ല എന്ന് മൂസാ നബി അലൈഹി സ്വലാം റസൂലുള്ളാഹിനോട് പറഞ്ഞ സംഭവങ്ങളൊക്കെ കിതാബിൽ കാണാൻ കഴിയും. അതെങ്ങനെ കണ്ടു എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പൊ അത്രയും വലിയ മഹാനാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹം ആ ക്ലാസ്സിൽ ഇങ്ങനെ പോയിരുന്നു. അപ്പൊ അവിടുത്തെ ഉസ്താദ് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഒരാൾ ചോദിച്ചു, ഒരു ശിഷ്യൻ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എവിടുന്നാണ് ഈ റിവായത്ത് കിട്ടിയതെന്ന് ചോദിച്ചു ക്ലാസ്സിലുള്ള ഉസ്താദിനോട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാല ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു, ഇമാം ഗസ്സാലി തങ്ങളാണ് ഈ റിവായത്ത് പറഞ്ഞത് പറഞ്ഞു. ആ മൂപ്പരയുടെ ബാക്കിലിരിക്കണം. മൂപ്പര അറിയാതെ പിന്നെ അവിടുന്ന് പോയി. ജനങ്ങൾ ആരെങ്കിലും എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആഖിറം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടിട്ട്. അപ്പൊ സത്യത്തിൽ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ ഒരിക്കലും ഷുഹറത്ത്, പ്രശസ്തിയെ ആഗ്രഹിക്കൂല. അതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ഇദ്ഫിൻ വുജൂദക, നിന്റെ അസ്തിത്വം, നിന്റെ വലുപ്പത്തരൊക്കെ ഉണ്ടല്ലോ, അത് നീ കുഴിച്ചു മൂടണം. ഫി അർളിൽ ഖുമൂലി, അപ്രശസ്തിയുടെ ഭൂമിയിൽ നീ എന്ത് ചെയ്യണം? അതിനെ കുഴിച്ചു മൂടണം. ആരും അറിയരുത്, നിന്നെ കുറിച്ച് ഒരാളും എന്ത് ചെയ്യരുത്? അറിയരുത്. കാരണം ഫമാ നബത മിമ്മാ ലം യുദ്ഫൻ, കുഴിച്ചു മൂടപ്പെടാത്ത വിത്തിൽ നിന്ന് ഉണ്ടായ ഏതൊരു ചെടിയും അത് ലായത്തിമു നതാജുഹു, അതിന്റെ വളർച്ച ഒരിക്കലും എന്ത് ചെയ്യൂല? പൂർണ്ണമാവൂല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ബഹുമാനപ്പെട്ട അബൂ ത്വാലിബുൽ മക്കി എന്ന് പറയുന്നൊരു മഹാനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ് കൂത്തുൽ കുലൂബ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, കൂത്തുൽ കുലൂബ് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്, കൂത്തുൽ കുലൂബ്. ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, സ്വാലിഹീങ്ങളാകുന്ന ആളുകളൊന്നും പ്രശസ്തിയെ അല്ല സ്നേഹിച്ചത്. ജനങ്ങൾ എന്നെ ഒരു പൊട്ടനായി കാണണം, ജനങ്ങൾ ഇന്നെ ഒരു മണ്ടനായി കാണണം, ഓനക്ക് ഒന്നും അറിയാത്ത ആളാണ്, ഓനൊന്നിനും പറ്റൂല എന്ന് ജനങ്ങൾ ഇന്നെ കുറിച്ച് കരുതണം, എന്നാലും എന്റെ പണികളൊക്കെ നടക്കുള്ളൂ എന്ന് കരുതിയിരുന്ന ആൾക്കാരായിരുന്നു ആര്? സ്വാലിഹീങ്ങളും ആരിഫീങ്ങളുമായ ആൾക്കാർ. മഹാന്മാര് പറയുന്നുണ്ട്, മുഅ്മിനായ ഒരു മനുഷ്യന് 3 അവസ്ഥ ഉണ്ടാവുന്ന, 3 അവസ്ഥയിൽ ഏതെങ്കിലും ഒരു അവസ്ഥ ഒരു മുഅ്മിനുണ്ടാവും. ഒന്ന് ഖില്ലത്ത്, ഒന്ന് ഖില്ലത്ത്, ഇല്ലത്ത്, ദില്ലത്ത്. ഖില്ലത്ത്, ഇല്ലത്ത്, ദില്ലത്ത്, ഈ 3-ൽ ഏതെങ്കിലും ഒന്നൊരു മുഅ്മിനായ മനുഷ്യനുണ്ടാവും. ഖില്ലത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇങ്ങോട്ട് കൂട്ടിയാൽ കൂടുന്നില്ല, എപ്പോഴും ഒരു കുറവ് ഇങ്ങനെ അനുഭവപ്പെടും, അല്ലെ? നമ്മൾക്കും പലപ്പോഴും ഉണ്ടാവുമല്ലോ, നമുക്ക് തികച്ചിട്ട് തികയാത്തൊരവസ്ഥ, ഖില്ലത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ എത്ര തവണ അങ്ങനെ ഉണ്ടായിക്കണം? എത്ര ദിവസങ്ങളോളം എന്നല്ല, കൊല്ലങ്ങളോളം റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത്, സ്വഹാബികളുടെ ജീവിതകാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കണം, തികച്ചിട്ട് തികയാത്തൊരവസ്ഥ. അതൊരു മുഅ്മിനായ മനുഷ്യനിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ഇതാണ് ഖില്ലത്ത്, എത്ര തികച്ചിട്ടും തികയാത്തൊരവസ്ഥ. 2 ഇല്ലത്ത്, രോഗം കൊണ്ട് മുഅ്മിനീങ്ങളാകുന്ന ആൾക്കാർ അല്ലാഹു തആല രോഗം കൊണ്ട് പരീക്ഷിക്കും. മനസ്സിലാവണ്ട? ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, പഴയ മഹാന്മാരൊക്കെ ഒരു രോഗി നടന്നു പോകണുണ്ടാല് എണീറ്റ് നിന്നിരുന്നു എന്നാ. കാരണം എന്താ? അല്ലാഹു തആല ആ മനുഷ്യന് രോഗം കൊടുക്കാൻ കാരണം ആ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടാണ്.
മനസ്സിലാവണം. അപ്പൊ ആ മനുഷ്യൻ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അപ്പൊ ഖില്ലത്താണ് ഒന്ന്, എപ്പോഴും ഇങ്ങനെ കുറവ് അനുഭവപ്പെടുക. രണ്ട്, ഇല്ലത്ത് രോഗം. മൂന്നാമത്തത് ദില്ലത്ത് നിന്ദ്യത. ഓനാരും പരിഗണിക്കൂല. ഓനാരും എന്ത് ചെയ്യൂല? കൂട്ടത്തിൽ കൂട്ടൂല. ഒന്നിലും മോനെ പരിഗണിക്കൂല. ദില്ലത്ത്. ഈ മൂന്നും മുഅ്മിനായ മനുഷ്യന്മാർക്ക് ഉണ്ടാകുമെന്ന് മഹാരഥന്മാരാകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പ്രശസ്തിയെ ഒരിക്കലും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. ഇപ്പൊ എന്റെ ഉമ്മാന്റെ വല്യപ്പുണ്ട്, വലിയുല്ലാഹി കാരക്കാട് അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ. അതായത് കാരക്കാട് മാൻ മുസ്ലിയാരുടെ ഷെയ്ഖാണ് കാരക്കാട് അബൂബക്കർ മുസ്ലിയാർ. ഉമ്മാടെ വല്യപ്പയാണ്, ഉമ്മാടെ ഇപ്പ. കാരണം ഇവർക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ഭയങ്കര മഹാനായിരുന്നു, ഒരുപാട് ശിഷ്യന്മാരുണ്ട്. പിന്നെ വഫാത്തിന്റെ മുമ്പ് ആദ്യം പറഞ്ഞ ഉപദേശം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? എന്റെ കബർ ഇങ്ങനെ വലുതാക്കിയിട്ട് ഇതാക്കരുത്. ചെറിയ രൂപത്തിൽ വലുതാക്കിക്കണോ? മൂപ്പരക്ക് അത് ഇഷ്ടണ്ടായിരുന്നു. ഇപ്പോഴും ആ കബർ എന്ത് ചെറുതാക്കി ഇങ്ങനെ ഒരു ചാണാക്കി ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുള്ളൂ. ചുറ്റുഭാഗത്തും എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയ വീടൊക്കെ ഉണ്ടാക്കി ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും ആ കബർ വല്ലാതെ മൂടി പിടിപ്പിച്ചിട്ടില്ല. അത് മൂപ്പര വസിയത്താണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തില് പ്രശസ്തി എന്ന് പറയുന്നത് അവരൊന്നും എന്ത് ചെയ്തിട്ടില്ല? ആഗ്രഹിച്ചിട്ടില്ല. ഞാനൊരിക്കൽ ഒരു ഉസ്താദിന്റെ പ്രസംഗത്തിൽ കേട്ടിക്കണ്, നമ്മളെ ഉസ്താദിന്റെ പേര് പറയണില്ല, ഒരു ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടിക്കണ്. മൂപ്പരൊരിക്കൽ സമസ്തന്റെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട KT മാനു ഉസ്താദ് ഉണ്ടല്ലോ, KT മാനു മുസ്ലിയാരെ സദസ്സിലേക്ക് കയറി വന്ന്, ഇനി അടുത്തതായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന KT മാനു ഉസ്താദ് ഇങ്ങോട്ട് സംസാരിക്കുന്നതാണ്. അതിൽ KT ഉസ്താദ് ചോദിച്ചതേ, ഞാൻ എപ്പോഴാണ് എൻ്റെ ഷെയ്ഖായത്? ചോദിച്ചു. അല്ല, അങ്ങനെ പറയരുത്. ഞാൻ എൻ്റെ ഷെയ്ഖൊന്നുമല്ല. നമ്മളൊപ്പമുള്ള ആൾക്കാരൊന്ന് പൊന്തിക്കാൻ വേണ്ടി ഷെയ്ഖുനാന്നും സൂഫിയെന്നും അതുപോലെ തന്നെ വലിയുല്ലാഹി എന്നൊക്കെ പറയും. അപ്പൊ തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു മറുപടിയാണ്, ഞാൻ എൻ്റെ ഷെയ്ഖൊന്നുമല്ല. കാരണം അവരൊന്നും പ്രശസ്തി ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ നല്ല രൂപത്തിൽ നടക്കുമ്പോൾ അള്ളാഹു താല സ്വമേധയാൽ ആ പ്രശസ്തി നമ്മിലേക്ക് ഇട്ടുതരും. അത് അള്ളാഹു താലാക്ക് ഒരു സ്നേഹം ഉണ്ടായിട്ടാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം കിതാബ് ഓതാൻ പോകുന്ന പ്രായം 18 വയസ്സിലാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഓതാൻ പോണത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓത്ത് കഴിയേണ്ടൊക്കെ പ്രായത്തിന് മുമ്പ് ഓത്ത് തുടങ്ങണുള്ളൂ. എന്നിട്ട് 33 കൊല്ലാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം കിതാബ് ഓതി. എത്ര കൊല്ലം? 33 കൊല്ലം. 33 കൊല്ലം അള്ളാന്റെ ദീൻ അങ്ങോട്ട് പഠിച്ചു. ഖുർആനും ഹദീസും മന്തിക്കും മാനിയും എല്ലാ ഫന്നുകളും പഠിച്ചതിന് ശേഷമാണ് പിന്നെ വലിയ മക്കാമിലേക്ക് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം എത്തിയത്. അപ്പോ തുടക്കത്തിൽ തന്നെ പ്രശസ്തി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് മുരടിച്ചു പോകുള്ളൂ. അതുകൊണ്ട് അപകടത്തിന്റെ അടയാളമാണ്. മൻ അഹബ്ബൽ ലുഹൂറ, ആരെങ്കിലും പ്രശസ്തിയെ സ്നേഹിച്ചാല് ഫഹുവ അബ്ദുൽ ലുഹൂർ, ഓൻ പ്രശസ്തിയുടെ അടിമയാണെന്ന. ആരെങ്കിലും പ്രശസ്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഓൻ പ്രശസ്തിയുടെ അടിമയാണെന്ന്. ബഹുമാന്യരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇദാ തആത്വൈത അസ്ബാബ ശുഹറത്തി ഫീ ബിദായതിക, നീ അള്ളാഹുവിലേക്ക് വസൂലാകുന്നതിന്റെ തുടക്കത്തിൽ പ്രസിദ്ധിയുടെ കാരണങ്ങളുമായി നീ ബന്ധപ്പെട്ടാൽ ഖല്ല അൻ തുഫ്ലിഹ ഫീ നിഹായതിക, നിന്റെ അവസാനത്തിൽ വിജയം വളരെ കുറവായിരിക്കും നിനക്ക് ഉണ്ടാകുക. നിന്റെ ഓരോ കാര്യങ്ങളും തുടക്കത്തിൽ നീ പ്രശസ്തി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസാനം എന്തുണ്ടാവുള്ളൂ? അതിന്റെ അവസാനത്തിൽ വിജയം കുറവേക്കാരം. ഒരിക്കലും പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ട് ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? ഇനി നമ്മളെ ആരെങ്കിലും പ്രശസ്തി നമ്മളെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ വല്ലാതെ ബന്ധിച്ചെന്നാണ് പോകാതിരിക്കുക നല്ലത്. എന്തിനാ നമ്മളുടെ ഈമാൻ വെറുതെ നഷ്ടപ്പെടുത്തുന്നത്? അത് നമ്മൾ എപ്പോഴും പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകം ഇന്നും വളരെ ആദരവോടെ കാണുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ ഗാന്ധിജി പോലും പറഞ്ഞത് ലോകത്ത് ഉമറിന്റെ ഭരണം എന്നാണ്. അത്രയും വലിയ മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ താരീഖിൽ കാണാം, അദ്ദേഹം ധരിച്ച ജുബ്ബയിൽ 15 സ്ഥലത്തോളം കണ്ടം വെച്ച സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. തുന്നിയ സ്ഥലമല്ല, വേറെ വസ്ത്രത്തുമെന്ന് കൂട്ടിയ കഷ്ണം വെച്ച 15ഓളം സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ആരെ വസ്ത്രത്തില്?
ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവർക്ക് ലോകത്ത് എന്തും നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നു. പല ആളുകളും ഉമർ റളിയല്ലാഹുവിന്റെ പ്രശസ്തി അറിഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങളെ രാജാവ് എവിടെയാണ്? അപ്പൊ അവരൊന്നു, ആ കിടക്കണു, ആ മരത്തിന്റെ ചോട്ടിൽ ആ മണലിലാ കിടക്കണു, ആ മരത്തിന്റെ ചോട്ടില് ആ മണലിലാ കിടക്കണം. ആ വന്ന ആളുകള് അത്ഭുതപ്പെട്ടു പോയി. അറേബ്യയുടെ രാജാവ് നിർഭയനായിക്കൊണ്ട്, എന്നാണ് വാളൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് നിർഭയനായിക്കൊണ്ട് മണലിൽ കണ്ട കിടക്കുകയാണ്. കാരണം എന്താണ്? ഓല് ചിന്തിക്കുന്ന രാജാവ് എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗത്തും പട്ടാളക്കാരും എസ്കോട്ടൊക്കെ ഉള്ള ആൾക്കാരാണ്. മുഖ്യമന്ത്രിയൊക്കെ പോകണ്ടില്ല, നിങ്ങൾ മനസ്സിലാവുണ്ടോ? ആ കോലത്തിലാണ് വിചാരിച്ചത്. അപ്പൊ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആൾക്ക് ലോകത്തൊരു വസ്തുവിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹിനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ വേറൊരു വസ്തുവിനെയും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തത്, ഒരു സിംഹം കടന്നു വന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, ഇബ്നു അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു സിംഹത്തിനോട് പറഞ്ഞു, അണക്കുള്ള ഭക്ഷണം ഞാനല്ല, അതുകൊണ്ട് ഉഖ്റുജ്, നീ പുറത്തു പോ, നീ തേടിപ്പിടിക്ക് ഭക്ഷണം എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ കാത്തുക്കോ? ഒരു സിംഹം വരുമ്പോ നമുക്കതിന് ധൈര്യം ഉണ്ടോ? അതിന് ഹിമ്മത്ത് നമ്മൾ ഉണ്ടാക്കിക്കണോ? അതിന് നമ്മളായിട്ട് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മളറിഞ്ഞാലേ നമുക്ക് ആരറിയാൻ കഴിയുള്ളൂ. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആരെങ്കിലും സ്വന്തം നഫ്സിനെ അറിഞ്ഞാൽ ഓൻ അല്ലാഹു തആലനെ അറിയാൻ കഴിയും. സ്വന്തം നഫ്സിനെ അറിയണമെങ്കിൽ എന്തു വേണം? ഇൻഷാ അള്ളാഹ് നമ്മുടെ ഖൽബിന്റെ ഒരുപാട് പോരായ്മകളുണ്ട്, അത് പൂർണ്ണമായിട്ട് അവിടുന്ന് കഴുകിക്കളയണം. ഇൻഷാ അള്ളാഹ് വരുന്ന ഓരോ വിഷയങ്ങളിലും അതിലേക്കുള്ള ചുവടുവെപ്പുകളാണ്. 200 ചില്ലാൻ ഹിക്മത്തുകൾ ഇതിൽ പറയും. അത് പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കലോടുകൂടെ ഏകദേശം നമുക്ക് ഇതിലൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.